ഇന്നത്തെ വീഡിയോക്കകത്ത് ബോയ്സ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡോമിനോസിന് ഒരു മീഡിയം പിസയ്ക്കകത്ത് എത്ര ലെയർ ചീസ് വരെ ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും ഒരു 5 ലെയർ ചീസ് ആഡ് ചെയ്യാൻ പറയാം. അവർ സമ്മതിക്കുമല്ലെന്ന് അറിയത്തില്ല. അകത്ത് പോയി ചോദിക്കാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡോമിനോസ് വെച്ചാൽ പിന്നെ അങ്ങോട്ട് മുമ്പിലോട്ട് ബാക്കിയുള്ള ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചെയ്യാം. ഞാൻ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുക വരെ ഒരു 5 ലെയർ ചീസൊക്കെ ആഡ് ചെയ്യാൻ. അത് വേഗമെന്നൊക്കെ ഉള്ള ചെറിയ ഡൗട്ടൊക്കെ കാണും. ഓക്കെ ഒക്കെ നോക്കാം. വാ ബ്രോ, ഒരു മീഡിയം ബാർബിക്യൂ പിസ്സ. അതിനകത്ത് ചീസ് എക്സ്ട്രാ ആഡ് ചെയ്യാമല്ലോ. എത്ര ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം 3 ടൈംസ് ആണ് വരുന്നത്. 3 ടൈംസ് ഒന്ന് 5 ആക്കാവാ. ഒരു 5 ചീസ് സംഭവിച്ചത്. നമുക്കിനി ഇതെല്ലാം വെയിറ്റ് ചെയ്യാൻ പോലെ 5 കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. 815 രൂപയായി ഒരു 5 ലെയർ പിസ്സ മീഡിയം. ഒരു പിസ്സ 5 ലെയർ ചീസ്. അത് വരുമ്പോൾ അറിയാം എങ്ങനെ ആയിരിക്കും അത് കാണാൻ. എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ചീസ് ആഡ് ചെയ്യുമ്പം ഈ നമ്മൾ ബാർബിക്യൂ ബാർബിക്യൂ ചിക്കൻ അതൊക്കെ അടിയിലായി പോകത്തില്ലേ വരുത്ത. അപ്പോൾ ഈ പിസ്സ ഫുള്ളും ഞാൻ കഴിക്കത്തില്ല. ഞാൻ ഇപ്പോൾ ഡയറ്റിലായതുകൊണ്ട് നമ്മൾ പിസ്സ ഒന്നും ഞാൻ കഴിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ട്രസ്റ്റി പയ്യനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ ഫുഡ് എത്തിയ ഉടനെ അവൻ എത്തും. പിസ്സ കിട്ടിയിരിക്കുന്നു. കുറച്ച് വീട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിനെക്കാട്ടി വലിയ സൈസ് ലാർജ് ഉണ്ടായിരുന്നു. പക്ഷേ ലാർജ് കഴിച്ച് കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എന്തായാലും ബോയ്സ് 5 ലെയർ ചീസ് എങ്ങനെയാണെന്ന് കണ്ടു നോക്ക്. ഇങ്ങനെയാണ് 5 ലെയർ ചീസ് കാണാൻ. ദൈവമേ, അതിൻ്റെ തിക്നെസ് കണ്ട എത്ര മണ്ണുണ്ടെന്ന് നോക്കിയത്. ദൈവമേ, ഇത് കഴിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചെന്ന് പറഞ്ഞില്ലായിരുന്ന നമ്മുടെ ട്രസ്റ്റി കേപ്പബിൾ ട്രെയിനർ. പവർ ലിഫ്റ്റിങ്ങിനൊക്കെ ട്രെയിൻ പഠിപ്പിക്കുന്ന ആളാണ്. കണ്ടാൽ തോന്നത്തില്ലെങ്കിലും ബുദ്ധിയുണ്ട്, അല്ല കഴിവുണ്ട്. അല്ല സോറി, ഇത് കഴിച്ചു തീർക്കുമല്ലേ. നമുക്ക് ഇനി ഇങ്ങനത്തെ കുറേ മുമ്പിലോട്ടുള്ളതാ. ഇവന് ഞാൻ ഇത് ഓഫർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതെല്ലാം കഴിച്ചു തീർത്താൽ അവന് മന്തി കൊടുക്കും ഞാൻ ഫ്രീ ആയിട്ട്. ഇത് കഴിച്ചിട്ട് ഞാൻ ബാക്കി ഉണ്ടായി മന്തി കഴിക്കും. ആദ്യത്തെ പിസ്സ ചീസ് കണ്ട. സാറിന് നീ കഴിക്കാറുണ്ടോ പിസ്സയൊക്കെ? ഫസ്റ്റ് ടൈം ആണോ പിസ്സ? അല്ല, ഫസ്റ്റ് ടൈം അല്ല, കഴിച്ചിട്ടുണ്ട്. ഹെവി ചീസാ. നോക്കിയേ, ചീസ് ഉണ്ടാ ഉണ്ട്. അവരിട്ട 5 പ്രാവശ്യം തോന്നുന്നുണ്ടോ എനിക്ക്? തോന്നുന്നുണ്ട്. നമുക്ക് ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ കഴിച്ചേനെ ഇതല്ല. പക്ഷേ ഇപ്പം ഞാൻ ഓഫ് മാർക്കറ്റാണ്. ഭാരതം എന്ന നാട്ടിൽ നടക്കില്ല ഡയറ്റ്. ഇവനൊക്കെ പറഞ്ഞില്ല ഡേ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. വെറുതെ കയറി വരാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാ. ഒരു ഫുഡ് ചാനൽ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ചീസ് വീണോണ്ടിരിക്കുവാണല്ലോ. ഇഷ്ടപ്പെടുന്നു നിനക്ക്? ഇവിടെ മെനുവില്ല. ഇത് 3 വരെയുള്ള മാക്സ്. ഞാൻ പറഞ്ഞ് എക്സ്ട്രാ റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചാ അവര്. ഞാൻ പറഞ്ഞ ദൈവമേ, അവർ റിക്വസ്റ്റ് കേട്ടാണ്. നല്ല സ്ഥലം. ഞാൻ മന്തി വെറുതെ തമാശ പറയുമായിരുന്നു. ഇവൻ ഓരോ ഐറ്റം കഴിക്കുന്നതിന് 1000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. അപ്പം പോക്കറ്റും വയറും എല്ലാം എന്ന് പറയുന്നൊരു ചാലഞ്ചാ. ഗേൾഫ്രണ്ട് ഉണ്ടോ? അല്ല, ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇന്നും താങ്ങില്ല ഒറ്റയ്ക്കൊന്നും ഇരിക്കുന്നത്. അതാണ്. അവനോടൊരു കോക്കും പറഞ്ഞായിരുന്നു അത് കഴിച്ചു തീർക്കാൻ വേണ്ടി. വിളിച്ചോണ്ട് വന്ന് പറഞ്ഞില്ല കുരുതി കൊടുക്കാനാണോ. പൈസ കിട്ടുന്നതാ. നീ പൈസ കഴിക്കാൻ വേണ്ടി ഉന്മേഷത്തിലാണ് വന്നിരിക്കുന്നത്. ജയിക്കില്ലേ? 1000 കിട്ടുന്ന എനിക്ക് ഉറപ്പായി. കാണുന്ന പോലെ അല്ല. പയ്യൻ്റെ എത്ര വെയിറ്റ് ആണെന്നറിയാം. ഞാൻ അസ്പയർ ചെയ്യുന്ന ബോഡി വെയിറ്റാ 105 കിലോ. എങ്ങനെ സാധിക്കുന്നു? തിന്ന സാധിക്കുന്നു. കഴിച്ചു. നീ ക്യാമറ നോക്കി 2 വാക്ക് പറയുന്നു. സൂപ്പർ. മടുത്തു തുടങ്ങരുത്. നമുക്ക് ഇനിയും റെസ്റ്റോറൻറ്റ്സ് ഉള്ളതാ. ഈ ചാലഞ്ച് കിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ സാറിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെയുള്ള ആഹാരം കഴിച്ച് മടുക്കും. ഇവൻ പല റെസ്റ്റോറൻറ്റിൽ പോയി പല കഴിച്ച് പല ടേസ്റ്റ് പെട്ടാണ്. ലാസ്റ്റ് പീസ് ബോയ്സ്. ചീസ് വലിയ വരുന്ന. ഇത്ര ചീസ് നീ എപ്പോഴും കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. എവിടെയൊക്കെ വെച്ച് തുടങ്ങണ്ട നമുക്ക്. ഇക്കളാവുന്ന അതെ കംപ്ലീറ്റ് ചെയ്യണം. $1000. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കടയിലോട്ട് കയറുന്നതാണ്. പെട്ടെന്ന് തീർക്ക്. നമുക്ക് 1000 മേടിച്ചിട്ട് അടുത്ത കടയിലോട്ട് പോവാം. അവസാനത്തെ ബൈറ്റ് തീർക്ക്. പോവാം നമുക്ക്. അവസാനത്തെ ബൈറ്റ് ഇറങ്ങുക. കഴിച്ചിട്ട് നിർത്തിയാലും തീർന്നു. ഛർദ്ദിക്കാൻ വിടുക. അപ്പോൾ 1000 കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് ബോയ്സ്. നമ്മൾ സെക്കൻഡ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. സബ്വേ. തിരിച്ചു വരട്ടെ. അപ്പോൾ ഈ സബ്വേ നമുക്ക് എത്ര ടോപ്പിക്സ് ഉണ്ട് അതെല്ലാം ആഡ് ചെയ്തൊരു മേജർ സബ്വേ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നീ കഴിക്കണം. എന്തിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ജസ്റ്റ് ഒരു പീസ് മാത്രമല്ലേ കഴിച്ചുള്ളൂ. പൈസ ഉണ്ടാക്കാൻ പോകുന്ന നീയാണ് ഇപ്പോഴും തോൽവി സംഭവിച്ചാ.
മോന്തൊക്കെ മ്ലാന എക്സ്പ്രഷനൊക്കെ. അങ്ങനെ ഇട്ടാലേ നമുക്ക് റെഡി ആകത്തുള്ളൂ. അങ്ങനെ ഇട്ടാലേ റെഡി ആകത്തുള്ളൂ. കഴിക്കുവോ? കഴിക്കും. 1000 രൂപ കിട്ടാനുള്ളതാ. ഒരു മോൺസ്റ്റർ സാൻഡ്വിച്ച് കഴിക്കാം. ബ്രൈറ്റിലെ തിരിച്ചു വരുമ്പം ബോധമൊക്കെ കാണുമോ? എനിക്കറിയത്തില്ല. അവിടെ താഴെ വീഴുവാണെങ്കിൽ അവിടുത്തെ പൊക്കിയെടുത്തോണേ. അതാ പച്ചക്കറി അല്ലല്ലേ വേണ്ട. ഇവിടെ പോയി അതെന്താ ഓൾറെഡി ബാത്റൂമിൽ പോകുന്ന വന്നപ്പോ തന്നെ? എന്ത് പറ്റി കക്ഷി? ഓ ഫുൾ. അവനൊരു പീസയ്ക്ക് തീരുമാനമായോ? അവൻ്റെ സൈസൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ട് തന്നെയാണ്. അവൻ കഴിക്കുന്നൊക്കെ പ്രതീക്ഷയാണ്. തടക്കോ ബാലു? ട്രെയിനർ 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 എന്തൊക്കെ ചെയ്യുന്ന കേട്ടോ. വായിക്കായിട്ട് ഛർദിച്ച് നടത്തതില്ലണ്ടേ. നീ ബ്രെഡ് യൂസ് ചെയ്ത് ബ്രെഡാ വേണ്ടത്? ഇത് 5 ബ്രെഡ് ഉണ്ട്. ഏറ്റവും നല്ലത് ഏതോ? നിനക്ക് ഇഷ്ടമുള്ള പറ. എല്ലാം നല്ലതൊക്കെ തന്നെ. ഏറ്റവും പെട്ടെന്ന് ഇറങ്ങണേതോ? കട്ടിയില്ലാത്തത് ഏതോ? എല്ലാം ഒന്നും നല്ല കട്ടിയ. മൾട്ടിഗ്രെയിൻ ഹണി ഓട്ട് അല്ലെങ്കിൽ വൈറ്റ് ഇറ്റാലിയൻ റോസ്റ്റഡ് ഗാർലിക് പാർമഷാൻ ഒറിയാൻ മൾട്ടിഗ്രെയിൻ സോഫ്റ്റ് അല്ലേ ഇത്? വൈറ്റ് ഇറ്റാലിയനാ? വൈറ്റ് ഇറ്റാലിയനാ? ഫുൾ ഫുട്ട് ലോങ്. സാറിനെ കണ്ടിട്ടില്ല? സാറ് ചെറിയൊരു ഫുഡ് ബ്ലോഗർ. ഞാൻ ഫുഡ് ബ്ലോഗർ അല്ല. എല്ലാം മിക്സ് ആകട്ടെ. എന്ത് പറ്റി? എത്ര ഉള്ളടാ കണ്ട ഫുഡ് ലോങ്? ഒരു ഫുട്ടിന് സംസാരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് മുറിച്ച് കൊട്ടിയിടും. ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് എത്ര വണ്ണം കാണുമായിരിക്കും? നല്ല വണ്ണം കാണുമോ? എന്ത് പറ്റി? കണ്ണുനീര് തുടക്കണ്ട. ഇത് കഴിക്കുന്നത് $1000 ആണ്. ഓരോ കടയിൽ 1000 മേടിച്ചിട്ട് പോകും നിനക്ക്. ഇതാരെങ്കിലും കഴിക്കാറുണ്ടോ ഇവിടെ മേടിച്ച്? ഇത്രേ വലുത് കണ്ടില്ലേ? കണ്ടോ? ഇതാ വേറെ ആരും മേടിച്ചിട്ടില്ല ഇങ്ങനെ. ഇത്ര വലുത് മേടിച്ചിട്ടില്ല. ഇതിനാണ് ഞാൻ ട്യൂണ ഒന്ന് മാറ്റി കൊടുക്കുകയാണിത്. ഈ ആറ്റത്തിറക്കുന്ന സാധനം അത് ചിലപ്പം അവൻ കഴിക്കില്ല. അല്ല എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ഒരു 1.5 ടേസ്റ്റ്. ഞാൻ തീർന്നു. എല്ലാം ഞാൻ തിന്നു. തിന്നണം. നിനക്ക് വേണ്ടി എനിക്ക് അടുത്തൊരു 5 കടയിൽ കൂടി പോകാനുള്ള. അടുത്ത 2-3 കടയിൽ കൂടി. ഈ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിന് ലിമിറ്റ് ചെക്ക് ചെയ്യണം. അതിനാ ഇവിടുത്തെ ലിമിറ്റ് എന്തായാലും മാക്സ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചേറെ കണ്ടോ? കുറച്ചു പോയി. ചീസ് ആഡ് ചെയ്യും. ചീസ് വേണം. ചീസ് കഴിച്ച് ഞാൻ മടുത്തു. ഇവനിപ്പോ ഒരു പിസ്സ 5 ലെയർ ചീസ് ആയിട്ട് വന്നേ ഉള്ളൂ. അതായത് അലിഞ്ഞിരുന്ന നല്ല ടേസ്റ്റാ. ഞാൻ തിന്ന് തീർക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല. എല്ലാം ഇട്ടേ. തിന്നുന്നൊന്നും അത്ര പാടാൻ എളുപ്പമല്ല കേട്ടാ. അവിടെ ഒരു നോർമൽ സബ്വേ ഉണ്ടാകുമ്പോഴാണ് നിന്റെ സബ്വേ. പക്ഷെ അത് മതി. അവിടെ ഒരു പൂക്കളം തന്നെ ഉണ്ട്. അവിടെ പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം മുഴുവനും തന്നിരിക്കുക കൊച്ചു. ഇപ്പം ഏകദേശം ഒക്കെ ഫുള്ളായി. സോസ് ചെയ്ത് വേണം നിനക്കിനകത്ത്. എന്തായാലും സോറി, എല്ലാം ഇട്ടേക്കാം. ഞാൻ ചോദിക്കുന്നില്ല, വെറുതെ. ബോയ്സ്, അപ്പം സബ്വേയുടെ എത്ര പറ്റാവുന്ന അത്ര മാക്സ് സബ്വേ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ന്യൂ ബോൺ ബേബിയുടെ ഒക്കെ വെയിറ്റ് കാണും അതിന്. ഇപ്പൊ വീഴ്ത്തിയത്. ഇത് നിന്റെ വയറിനകത്ത് എങ്ങനെ ഇരിക്കും? സബ്വേ കഴിക്കാൻ പോവുകയാണ്. എല്ലാം ഇപ്പൊ തന്നെ ഇറങ്ങി വരുന്ന അത്രയ്ക്ക് ഫില്ലിംഗ് ഉള്ളതാണ്. ഇതുവരെ സബ്വേ കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സബ്വേ. ടേസ്റ്റ് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സബ്വേ ഇഷ്ടമാണ്. ഇവര് 2 വൈറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ ആവശ്യമായി ടെൻഷൻ അടിക്കുകയാണ്. ഇത് കഴിച്ചാൽ 1000 അടുത്ത കട. എന്ത് തോന്നുന്നു? നടക്കുക 2000 രൂപ കിട്ടടാ. മറ്റേ ഫുഡ് നീ 1000 മേടിച്ച അതിന് 800 രൂപയായിരുന്നു വില. ഇതിനെന്തായാലും എത്രയെങ്കിലുമൊക്കെ ആയിക്കാണ്. കിട്ടാൻ പോകുന്നതിനെക്കാട്ടി വില കൊണ്ടായിരിക്കും അത്. നേരത്തെ കഴിച്ചതിൻ്റെ വാ പൊള്ളിയിരിക്കുക. പൊള്ളിയെല്ലാം പോയി തോന്നുന്നു. എരിയുന്നു. അല്ല, എനിക്കത് വരും കേട്ടാ. തിരിച്ചു ഞാൻ വീട്ടിൽ പോയി ചിരി പോകും.
വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഇപ്പൊ തന്നെ മത്തടിച്ചു. നിനക്ക് എന്റെ പ്രൈസ് തരാൻ അറിയണ്ടേ? ഇവൻ കഴിച്ചിട്ട് പറയാം. ആരും ഒരു ഫുഡ് ബ്ലോഗറിനെ ചലഞ്ച് ചെയ്യരുത്, ഇപ്പോഴേ പറഞ്ഞു തരുവാണ്. ഞാൻ രാവിലെ 3 മുട്ടയിൽ ഇറങ്ങി വന്നതാ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നീ ഇവിടെ ഇല്ലാത്ത കഴിക്കുന്നത്. ഞാനൊന്നും കഴിച്ചില്ല രാവിലെ. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഈ ഡിസ്ട്രിക്റ്റിന് പോകുന്ന 4-5 സബ്വേയുടെ ഫുൾ സംഭവം നിന്റെ ഉണ്ട്. ഒന്നുകൂടെ കാണണം ഇതൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ. ഇതിന് മാത്രം തള്ളി കയറ്റി ആൾക്കാർക്ക് കൊടുക്കുന്ന എക്സൈറ്റഡ് ആയിരിക്കും ഇതിന്റെ പ്രൈസ് അറിയാൻ വേണ്ടി. ഞാനും അറിയുന്ന ഞാനും എക്സൈറ്റഡ് ആയിട്ടാ. ഇത്ര നോ ബ്രോ നോ. നിനക്ക് വേറെ വേറെ വ്യത്യസ്ത ഐറ്റം അല്ലേ ഇത്? വേറെ നോർമൽ ഇല്ലതാണ്. അടുത്ത കടയിൽ പോകുമ്പോൾ അവർക്കില്ലാത്ത വേറെ നോർമൽ എന്താ വെള്ളം മതിയേ? വെള്ളം മതിയല്ല, ഫുഡ് ലോഗ് അപ്പൊ ഹാഫ് ലോഗ് ആയിപ്പോയത്. പകുതി പൈസ മതി. എനിക്ക് എന്ത് നിസ്സാരം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ സത്യം പറയുകയാണെങ്കിൽ തീരാൻ പോകുന്നു കേട്ടാ. ഇത്രയെങ്കിലും അവിടെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിക്കും. MBA വേറെ ആരും കഴിച്ചിട്ടുണ്ടോ? വേറെ ആരും കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു ചാലഞ്ച് ചെയ്തിട്ട് അവൻ കഴിക്കാൻ നോക്കി, നടന്നില്ല. അപ്പൊ ഞാൻ ബെറ്റർ. എൻ്റെ കൂടെ വരുമ്പോൾ വിശന്നിട്ട് പോകരുത്. ഖേദിക്കുന്നു. ഫൈനലി അവൻ പകുതി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതേ സൈസിൽ ഇതിനെക്കാട്ടിലും മണ്ണമുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. ലാസ്റ്റ് ബൈറ്റ്. ഓ ലാസ്റ്റ് ബൈറ്റ്. കുറച്ചുകൂടി. ലെറ്റ്സ് ഗോ. ഇനി ഒരെണ്ണം കൂടി. ഇനി പോയില്ലേ? ഇല്ല പോകില്ല. അപ്പം അടുത്തോട്ട് പോവല്ലേ? ഇല്ല എന്ത് ഇല്ല. ഈ 1000 പോകും. കുഴപ്പമില്ല. അടുത്ത 1000 പിടിച്ചോ. അടുത്ത ഏതെങ്കിലും ചെറിയ ഐറ്റമാണോ? ചെറുതൊന്നും ആ വഴിയില്ല. അപ്പോൾ എന്തായാലും ബോയ്സ് ഇവൻ ഈ 1000 കിട്ടുന്നില്ല. 1000 മാത്രമേ ഉള്ളൂ. സബ്വേ അവൻ തോറ്റു. ബാക്കി സബ്വയുടെ പീസ് എൻ്റെ ക്യാമറ കഴിക്കുന്നതാണ് അല്ലേ? തംസപ്പ് ആക്കണ്ട. ആവാം എന്നേക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സബ്വയുടെ കോസ്റ്റ് എത്രയാണെന്ന്. ഒരു ബണ്ണിൻ്റെ പക്കത്തോടെ എല്ലായിടത്തും നെഞ്ചിട്ടാൽ എത്ര രൂപയാവും? അവനെ ചത്തുപോയ തിമിംഗലം. അവിടെ ഒരു തിമിംഗലം കരക്കടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സബ്വയുടെ കോസ്റ്റ്. ബസ് ഇപ്പോൾ ബില്ല് കിട്ടി കേട്ടോ. ബില്ലിനകത്ത് ഒരു ചിക്കൻ ടെറിയാക്കി, വൈറ്റ് ഇറ്റാലിയൻ ചിക്ക് സ്ലൈസ്, തന്തൂരി ചിക്കൻ, സ്മോക്ക് ചിക്കൻ, ചില്ലി മീറ്റ് ബോൾസ്, ചിക്കൻ കീമ, ലാം പെപ്പറോണി, പെരി പെരി ചിക്കൻ, BMT, പിന്നെ കുറേ ആഡൊക്കെ ഇറങ്ങുന്നത് എല്ലാം കൂട്ടി 1742 രൂപയുടെ ഒരു സബ്വേ. ലെറ്റ്സ് ഗോ. അവനെൻ്റെ കാലിയാക്കില്ലെന്നേ ഉള്ളൂ. ഏകദേശം 1800 രൂപയുടെ സബ്വേ. ഞാൻ എത്ര പൊറോട്ടയും ബീഫ് മേടിച്ച് കഴിച്ചാണ് ഇത്. അടുത്ത ഷോപ്പ് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണോ ഏത് റെസ്റ്റോറൻ്റ് ആണെന്ന്. നമ്മൾ ഇവിടെ ഒരു ബർഗറിനകത്ത് 10 പാറ്റി വെക്കാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിക്കാൻ പോവുകയാണ്. എന്ത് പറ്റി? പോവല്ലേ? വീട്ടിലല്ല കഴിക്കാനാ വരുന്ന. അവൻ വരത്തില്ല. അവൻ ഇരിക്കുക അത്രേ ഉള്ളൂ. ബ്രോ ഒരു ബർഗർ വേണം. ഒരു ചിക്കൻ ബർഗർ. എത്ര പാറ്റി ആഡ് ചെയ്യാൻ പറ്റിയതാണ്? നമുക്ക് ബർഗറിൽ 2 പാറ്റി വരെയാണ്. 2 കൂടുതൽ പറ്റില്ലേ? ഒരു ബർഗറിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? 2 വരെയാണ്. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്? പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പാറ്റിയാണ് നോക്കുന്നത്? എനിക്കൊരു 10 പാറ്റിയെങ്കിലും വേണം. 10 പാറ്റി ഒരു ബർഗർ രണ്ടാണെങ്കിൽ ഒരു 5 ബർഗർ മേടിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഒരു ബർഗറിലാക്കി തരുമോ പാറ്റിയല്ല? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്തു. അങ്ങനെ മതി. ഇവിടെ നമുക്ക് 5 അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ 5 ബർഗർ മേടിക്കാം. റെസ്റ്റോറൻറ്റ് ചെയ്യുക ഇല്ലെന്ന് മാത്രം നോക്കിയാൽ കേട്ടോ. നീ കഴിക്കേണ്ടതാണ്. അതിങ്ങനെ ഉന്മേഷിച്ച് തിരി. ഉന്മേഷം മാറിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല അത്ര ബർഗർ ഒരു പാറ്റിക്കകത്ത് വെക്കാൻ. അപ്പോൾ അവരെനിക്ക് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഒരു ബർഗറിനകത്ത് 5 ബർഗറിൻ്റെ പാറ്റി എടുത്ത് വെച്ചിടാന്ന് പറഞ്ഞു. എത്ര രൂപയെന്ന് അറിയാമോ ഈ ബർഗറിന്? 1200. ഇത് കഴിച്ചു തീർത്തണം കേട്ടാ. കുഴപ്പമില്ല. ഇങ്ങനെ പൊങ്ങി ഒരു കുത്തമ്മയാറ് എത്ര ഇവിടെ ഇത്ര ഒരു ബർഗറല്ല 10 പാറ്റി ഇല്ലേ? 10 പാറ്റി
നമ്മുടെ ബർഗർ വന്നിരിക്കുകയാണ്. ഓ ഇത് ഇത്ര വലിപ്പമുണ്ടല്ലേ, 10 ഉണ്ട്. ഇത് കുറച്ച് ഏറെ വലിപ്പമുണ്ട് കേട്ടാ, നല്ല വെയിറ്റ് ഉണ്ട്. മീശ മീശ പിടിക്കാറില്ല. കഴിച്ചത് നീ 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 കഴിക്കത്തില്ലേ ഇത്? കഴിക്കുക. കുറേ ഏറെ പാറ്റി ഉണ്ട്, താഴെ വീഴരുത് കേട്ടോ. മയനീസ് ഒന്നും വേണ്ട, അത് ചിക്കനും ചീസും മാത്രമേ ആക്കിയിട്ടുള്ളൂ. സെറ്റ് സാധനമാണ്, ഹെൽത്തി. ഇത്രയും വലിയ പാറ്റി ഇവിടെ കിട്ടത്ത പോലും നോക്കി. നിനക്ക് വേണ്ടി സെറ്റ് തന്നിരിക്കുക, കഴി. 9 പാറ്റി ഇനിയും ബാക്കിയാണ് ഒരെണ്ണം ഫിനിഷ് ആയെങ്കിൽ. ഞാൻ മനുഷ്യനാണ്, ഇതിൽ പകല് നക്ഷത്രം കാണാം. ഞാൻ നക്ഷത്രം എടാ സത്യം പറ, നീ കഴിക്കുമല്ലോ, എനിക്ക് ഉറപ്പുണ്ടില്ല. നീ സൈസിന് വേണ്ടി ഞാൻ വിളിച്ചു വരുത്തി നീ ചെയ്യുമെന്നും പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട വീഡിയോ ചെയ്ത് ഫുള്ള് ഇത്ര. നമ്മളിത്ര വെള്ള ചീസല്ലേ, ഇത് എന്താ മഞ്ഞ? ഇത് വേറെ കളർ ചീസ്. നിനക്ക് എന്തോ കഴിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പറ്റത്തില്ല. എടാ 1000 പോടെ, 1000 കിട്ടിയുള്ളൂ നിനക്ക്. വണ്ടിക്കൂലി കിട്ടി. ഇങ്ങോട്ട് ഞാൻ തന്നെ കഴിക്കാം, എന്നെ കൊണ്ടൊന്നും പറഞ്ഞു. നീ ബണ്ണ് കഴിച്ചേ കാലത്ത്, നീ കുറച്ച് മാറി, നിനക്ക് നടക്കത്തില്ല. ആദ്യത്തെ കാര്യം ഇത് ഇത്രയും സാധനം നീ കഴിക്കേണ്ട ഒറ്റ കടിയിലായിരുന്നു. പെട്ടെന്ന് കഴിക്കാൻ താല്പര്യമുണ്ട്. മഹാ ചൂട്. കൊള്ളാം, ഞാൻ മഹാ ചൂട്. അവൻ ഇത്രയും കഴിച്ചില്ലാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഉച്ചമുഖത്തുണ്ടെന്ന് മനസ്സിലായി, തിന്ന് തീർക്കാത്തതിന്. അതിൽ ബാക്കിയുള്ള ബൈറ്റ് കേട്ടോ, ബണ്ണ് മാറ്റി നീട്ടി കാണിക്കും. അപ്പോൾ നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്, സ്റ്റാർബക്സ്. ആയി കേട്ടോ. ഈ സ്റ്റാർബക്സിൽ നമ്മൾ എക്സ്പ്രസ്സോ ആണ് മേടിക്കാൻ പോകുന്നത് കേട്ടോ, ഐസ്ഡ് എക്സ്പ്രസ്സോ അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ എക്സ്പ്രസ് സാറിന് 1-2 അവർ ഇടാറുള്ളൂ, നമ്മൾ 10 എണ്ണം അടിച്ച് നല്ല കട്ടിക്ക് കുടിക്കാൻ പോവുകയാണ്. നീ സ്റ്റാർബക്സ് കുടിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇതിലേക്കല്ലേ കുടിക്കുന്ന. പക്ഷേ ഇത് ചിലപ്പോൾ കുടിച്ച് ചത്തു പോകുന്നു, അത്ര കഫീനാ. അല്ലേ ഞാൻ ചത്തകാറായി. മേടിക്കണം, നമുക്കത് കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മൾ ആ റെസ്റ്റോറൻറ്റിനെ സ്ട്രെസ് ചെയ്യാൻ പോവുകയാണ്, ഒരു 10 എക്സ്പ്രസ്സോ ഒരു ഗ്ലാസ്സിലാക്കി തരാൻ പറഞ്ഞു. നോക്കാൻ കിട്ടുവാന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇവിടെ എക്സ്പ്രസ്സോ ഷോർട്ട് ഏകദേശം ഒരു 10 എണ്ണം ഇട്ട് കോൾഡ് കോഫി കിട്ടുക ഇല്ലേ ബ്രോ? മറ്റേ കോൾഡ് കോഫിയിലില്ലേ, കോൾഡ് കോഫിയിൽ എത്ര എക്സ്പ്രസ്സോ ഉണ്ട്? 3 എക്സ്പ്രസ്സോ. അത് എത്ര വരെ ആഡ് ചെയ്യാം? എത്രയാണ് അത്ര ആഡ് ചെയ്യുക? 10 കൂടുതൽ പോണ ഞാൻ 10 കൂടുതൽ പോണ. നമുക്ക് ട്രൈ ചെയ്യാം. നീ ട്രൈ ചെയ്യുക, അവസാനം എന്നെ കൂടി കുടിപ്പിക്കാറുണ്ടോ? 10 ലീഗൽ എമൗണ്ട് എത്രയാണ്? കുറച്ച് നേരം തട്ടിപ്പോകും ചിലപ്പോൾ. ഒരു 10 എക്സ്പ്രസ്സോ അടിച്ചിട്ടൊരു കോൾഡ് കോഫി ഇതാ. അതിന് ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം എക്സ്പ്രസ്സോ വീടുന്ന കണ്ട അതിനകത്ത് കട്ടിക്ക്. ഇതിൻ്റെ പ്രൈസ് തരാൻ അറിഞ്ഞില്ലല്ലേ, ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞാൽ. ബില്ല് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി ചായ മേടിച്ചിരിക്കുക 1713. 1113 ചായ 2.5 കൂടെ തീറ്റിയ. ഇതുവരെ തീർന്നിട്ടില്ല, ഇനിമോ ഒരു ബേബി ഷൂട്ട് നടന്നതാണ്. ഇതിൻ്റെയോ കറുത്ത വെള്ളം. ഇവിടുന്ന് പുറത്ത്, ഇവിടുന്ന് ഇപ്പം ഇങ്ങനെ നടത്ത് ഇവിടെ താഴെ വീഴും. എക്സ്പ്രസ്സോ എത്ര ഉണ്ടെന്ന് കാണണം ഗ്ലാസ്സിനകത്ത്. അത്ര എക്സ്പ്രസ്സോ തന്നെയാണ്, ബാക്കി വെള്ളം കലക്കാൻ പോകണത്. പകുതി ഞാൻ കുടിക്കാം. പകുതി എത്ര രൂപ ഉണ്ടാക്കി? 1000 കഴിഞ്ഞിട്ട് ഒരു 2,000 ഞാനാണ് ഉണ്ടാക്കി തന്നെ. ഞാൻ പകുതി കുടിച്ചായിരുന്നു, പകുതി കഴിച്ചായിരുന്നു. എൻജോയ്. 10 എക്സ്പ്രസ്സോ ഷോട്ട് കുടിക്കാൻ പോവുകയാണ് പയ്യൻ കിളി പാറ് നിൽക്കും ഇന്ന് രാത്രി. ഉറങ്ങില്ല, ഇന്നലെ ഉറങ്ങാൻ ഞാൻ ഓൾറെഡി 1 മണിക്കൂറാണ് ഉറങ്ങിയിട്ടുള്ളൂ. ഇന്ന് ഉറങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ ഉറങ്ങത്തേ ഇല്ലായിരിക്കും. ഏത് സ്റ്റാർട്ട് ചെയ്യണം? ഇതോ ചെറുതന്നെ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ കുടിച്ചിട്ട് ടേസ്റ്റ് പറ. അത് കുടിക്കണേ. അതെ, പകുതി കുടിക്കട്ടെ, പകുതി. ഇടയ്ക്കോ ചിത്രം എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല, കുടിച്ച് തീർക്കുന്ന വൈകി. എന്ത് പറ്റിയാണ് നിനക്ക്? അടുത്തൊരു 10 സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കാനുള്ളതാ. എനിക്ക് കുടിക്കാനില്ല. വല്ല കയ്പേ ഉള്ളു, മധുരം ഇല്ല. പക്ഷെ കാപ്സ് ഉണ്ട് കുറച്ച് അതിനകത്ത്. ഇച്ചിരിയല്ലേ ഉള്ളു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാൻ എനിക്ക് ക്യൂരിയോസിറ്റി തോന്നിയുണ്ട്.
ചെറിയൊരു കയ്പുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്ര കുഴപ്പമില്ല, പക്ഷേ കുടിച്ചാന്ന് ഒറ്റ വരയ്ക്ക് കുടിക്കാവുന്നേ ഉള്ളൂ. 1000 രൂപയ്ക്ക് വേണ്ടി. എന്താണ് ദൈവമേശിവരെ, ഛർദ്ദിക്കാൻ പറ്റിയ സ്ഥലമുണ്ടാ. അടുത്ത 1000 രൂപ മേടിച്ചിരിക്കുകയാണ്. എന്തിട്ടാ ബാത്റൂം പോണ? വേണ്ട. ശരിയല്ലേ? ബാ 10 എക്സ്പ്രസ് അടിച്ച് കുടിച്ച നീ മാത്രമേ കാണത്തുള്ളൂ ഇവിടെ. എൻ്റെ പേരിൽ വാഴ്ത്തപ്പെടും സ്റ്റാർബക്സ്. എനിക്ക് വന്ന് ഇവിടെ വെച്ച് പാക്കപ്പ് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടാ. ഇവനിത് താങ്ങുന്നില്ല. ഇസ് ഓർലി ഓനെ വാല ബോയ്സ്. അവനെ ഞാൻ കൊണ്ട് വന്ന് ICU കിടത്തട്ടെ. കുഴപ്പമൊന്നുമില്ല, മേടിക്കണ്ട. ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് ഞാൻ കഴിച്ചിരുന്ന ഇത്ര സീനില്ല. ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നത്. എൻ്റെ അത്ര വയറില്ല. അടുത്ത ബാസ്കിൻ റോബിൻസിൽ നമ്മൾ പോകാൻ പോകുന്ന അവിടെ ഒരു ഐസ്ക്രീം കോണിനകത്ത് 10 സ്കൂപ്പ് സ്റ്റാക്ക് ചെയ്യാനുള്ള പ്ലാനായിരുന്നു എനിക്ക്. പക്ഷേ അത് നമ്മുടെ ഗടാഗടിയെ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനവിടെ മൂലയ്ക്ക് കുത്തിയിരിക്കുന്നു. അവൻ ഓക്കെയല്ല പേടിക്കണ്ട, അത് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ഇവനിവിടെ വെച്ച് നിർത്തിയോണ്ട് ഞാൻ അവനെയും കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോട്ടെ. അത്രക്കുള്ള ഇല്ല, അവനിനി കഴിക്കാൻ പറ്റും തോന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഐ ഹോപ്പ് യു ഗൈസ് വാണ്ട് ടു പ്ലേ. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ടേക്ക് കെയർ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. എന്താണ് വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത്?